എന്താ പാർവതി കാണിക്കുന്നത്? നീ എന്താ എന്നോട് പറഞ്ഞേ? ഗന്ധർവൻ നീയാണെന്ന് അല്ലേ? നീയാണോടാ ഗന്ധർവൻ? സത്യം പറയടാ, നീയാണോ ഗന്ധർവൻ? അല്ല, നീ എന്താ പാറു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിനക്ക് ഇനിയും വിശ്വാസമായില്ലേ? ഞാൻ തന്നെയാ നിന്റെ ഗന്ധർവൻ. നീ എന്താടാ എന്നെ കുറിച്ച് കരുതിയത്? അല്പം പോലും ബുദ്ധിയില്ലാത്ത മരമണ്ടിയാണെന്നോ? എന്റെ ഗന്ധർവൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം. അയാളുടെ കാലിൽ തൊടാനുള്ള യോഗ്യത പോലും നിനക്കില്ല. ഗന്ധർവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തോണ്ട് എന്നെ എളുപ്പം പറ്റിക്കാന്ന് നീ കരുതിയല്ലേ? ഞങ്ങള് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഗന്ധർവനെ എനിക്കറിയാം. ഗന്ധർവൻ എന്തൊക്കെ പറയൂ എന്നും എന്തൊക്കെ ചെയ്യൂ എന്നും എനിക്കറിയാം. നിന്നെപ്പോലെ മനസ്സ് നിറയെ ദുഷ്ടതകളുള്ള ഒരാൾക്ക് ഒരിക്കലും എന്റെ ഗന്ധർവനാകാൻ കഴിയില്ല. ഗന്ധർവൻ കാരണം എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല ഈ നിമിഷം വരെ. എന്റെ ഗന്ധർവൻ എന്നെ ഒരിക്കലും കരയിക്കില്ല. എന്റെ കണ്ണുനീര് തുടക്കേയുള്ളൂ. എന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ ഗന്ധർവൻ ഒരിക്കലും ശ്രമിക്കില്ല. കുടുംബത്തിന് വേണ്ടിയുള്ള എന്റെ കടമ നിറവേറ്റാൻ എന്നെ സഹായിക്കുകയുള്ളൂ. പക്ഷെ നീ എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്നും എന്റെ വീട്ടുകാരിൽ നിന്നെല്ലാം എന്നെ അകറ്റാൻ ശ്രമിച്ചു. നീ കാരണം ഞാൻ കരയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറെയായി. ഗന്ധർവന്റെ ഒരു മുഖം മൂടിയിട്ട് വന്നാലുടനെ ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് നീ കരുതിയല്ലേ? ഒരാൾ എന്റെ മുന്നിൽ വന്നിട്ട് ഞാനാ ഗന്ധർവന് എന്നോട് പറഞ്ഞ എന്റെ മനസ്സെനിക്ക് പറഞ്ഞു തരും, വിശ്വസിച്ചോളൂ, ഇയാള് നിന്റെ ഗന്ധർവൻ തന്നെയാണെന്ന്. അല്ലെങ്കിൽ വിശ്വസിക്കരുത്, ഇയാള് നിന്നെ ചതിക്കാൻ പോവാണെന്ന്. അന്ന് നീ എന്റെ മുന്നിൽ വന്ന് നിന്നില്ലേ? അപ്പോഴേ എന്റെ മനസ്സെനിക്ക് പറഞ്ഞു തന്നു നീ ഒരു ചതിയനാണെന്ന്. ഇതുപോലെ പല പല കള്ളങ്ങൾ പറഞ്ഞ് നീ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പാർവതിയെ ചതിക്കണമെങ്കില് നീ വേറെ ജനിക്കണം. പാറുനെ എളുപ്പത്തിൽ പാട്ടിലാക്കാൻ കഴിഞ്ഞൂന്ന് നീ സന്തോഷിച്ചിട്ടുണ്ടാവില്ലേ? നീ തന്നെ ഈ സാരി ഉടുത്ത് കല്യാണ പെണ്ണിനെ പോലെ ഞാൻ ഒരുങ്ങി വരുന്ന കണ്ടപ്പോ മറ്റൊരിരയും കൂടി കിട്ടിയല്ലോന്നോർത്ത് നീ ഒരുപാട് ആഹ്ലാദിച്ചില്ലേ? പക്ഷേ നീ മനസ്സിലാക്കിക്കോ, ഈ പാർവതിയുടെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, ഗന്ധർവൻ. ഗന്ധർവന്റെ മുഖം മൂടിയിട്ട് എന്റെ മുന്നിൽ വരുന്നവർക്ക് ഇതായിരിക്കും ഞാൻ കൊടുക്കുന്ന സമ്മാനം. എന്റെ കള്ളക്കളികൾ മുഴുവൻ നിനക്ക് മനസ്സിലായല്ലേ? നീ മരമണ്ടിയല്ലാന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു. എല്ലാ സത്യവും നീ മനസ്സിലാക്കിയത് ഒരു കണക്കിന് നന്നായി. ഗന്ധർവനായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞാൽ നല്ലവനായിട്ട് അഭിനയിക്കുന്നു എന്നാണ് അർത്ഥം. അഭിനയമാണെങ്കിൽ പോലും നല്ലവനാവാൻ എനിക്ക് കഴിയില്ല പാർവതി. എന്റെ സ്വഭാവത്തിന് നല്ലവന്റെ മുഖംമൂടി ചേരില്ല. അതുകൊണ്ട് ഞാൻ ആ മുഖംമൂടി വലിച്ചെറിയുന്നു. ഇനി നീ കാണാൻ പോകുന്നതാ ശരിയായ നന്ദൻ. ഇനി ആരും മറന്നു കേൾക്കണ്ട, ഇങ്ങ് വാ. ആ താലിയും എടുക്ക്. തിരുമേനി, പൂജ ചെയ്യാനോ മന്ത്രം ചൊല്ലാനോ ഉണ്ടെങ്കിൽ ചൊല്ലിക്കോ. ഞാനേ ഈ താലി ഇവളുടെ കഴുത്തി കെട്ടാൻ പോവാ. പെണ്ണിന്റെ സമ്മതമില്ലാതെ താലി കെട്ടുന്നത് പാവമാ. എനിക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണത്തിന് എന്തിനാ പൂജയും പൂജാരിയും ഒക്കെ? കാലാകാലം കൂടെ പൊറപ്പിക്കാനൊന്നും അല്ലല്ലോ ഞാൻ നിന്റെ കഴുത്തിൽ നിന്ന് താലി കെട്ടുന്നത്.
എന്നോട് തെമ്മാടിത്തരത്തിന് വന്നാലുണ്ടല്ലോ, ഇതൊരു ക്ഷേത്രമാണെന്ന് ഞാൻ നോക്കില്ല. അടിച്ച് നിന്റെ കാരണം നോക്കും. ഈ തേങ്ങ എടുത്ത് നിന്റെ തലക്കടിച്ച് പൊട്ടിക്കും ഞാൻ. എന്റെ പൊന്നു മോളെ പാറു, ഈ നന്ദൻ നീ വിചാരിക്കുന്നതിനും അപ്പുറത്താ. എന്റെ പോക്രിത്തരത്തിന് ഒരതിരുമില്ല. നിന്റെ കഴുത്തിൽ ഞാൻ ഇന്ന് താലി കെട്ടിയിരിക്കും. നിനക്കൊരു പുല്ലും ചെയ്യാൻ കഴിയില്ല. പിടിക്കടാ അവളെ. ഇവിടെ അനങ്ങാൻ സമ്മതിക്കരുത്. ഏയ്, വിട്, വിട്. മാറണം, വിട്. ഹ, വിടാനല്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു നാടൻ കളിച്ച് നിന്നെ ഇവിടെ എത്തിച്ചത്. വിട്. വിടാനല്ലേ പറഞ്ഞേ? ഏയ്. ആ എത്തിയോ? ആ എങ്ങനെയെങ്കിലും മണത്തെറിഞ്ഞ് നീ ഇവിടെ എത്തുമെന്ന് എനിക്ക് അറിയാവുന്നതാ. ഇവളുടെ രക്ഷകനാ. തല്ലി കൊന്നേക്കവനെ. രക്ഷകനെ രക്ഷിക്കാൻ ഇനി ആര് വരുമെന്ന് നമുക്ക് നോക്കാം.